ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റംസാനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെക്കറേറ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ കാർഡ്ബോർഡാണ്. ഇതുപോലത്തെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. ഇതിൽ നിന്ന് ആദ്യം നമുക്കൊരു ഹാഫ് മൂണ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഹാഫ് മൂൺ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കമഴ്ത്തി വെച്ചിട്ടൊന്ന് റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റ് ഭാഗം ഒന്ന് നീക്കി കൊടുത്തിട്ട് ഇപ്പം ഞാൻ വരച്ച് കൊടുക്കുന്ന പോലെ മുകൾ ഭാഗത്ത് മാത്രം ഒരു കർവായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൂണുണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറിയ മൂണായതുകൊണ്ട് ചെറിയ പ്ലേറ്റ് എടുത്തത്. നമുക്ക് വലിയ മൂണ് ആവശ്യമുണ്ടെങ്കിൽ വലിയ പ്ലേറ്റ് എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാറാണ്. സ്റ്റാർ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതൊരു കോണ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ കോണിൻ്റെ സെൻറ്ററിൽ കൂടി വലിയൊരു ലൈൻ വരച്ച് കൊടുക്കണം. ഈ കോണിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറച്ച് നീളത്തിൽ വേണം വരച്ച് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ വരച്ച് കൊടുത്ത ലൈനിൻ്റെ രണ്ടറ്റവും നമ്മൾ ആദ്യം വരച്ച് കൊടുത്തില്ല കോണ്, അതിൻ്റെ അറ്റത്തേക്കൊന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർ ഇവിടെ റെഡിയാവും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. വരച്ചതിന് ശേഷം ഞാനിപ്പോൾ രണ്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് കളറാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമുക്കൊന്ന് ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കുക. സ്റ്റാറിനും മൂണിനും സെയിം കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം രണ്ടിൻ്റെയും അതിൻ്റെ അറ്റത്ത് കൂടെ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാറിൻ്റെയും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. സ്റ്റാറിൻ്റെ ഞാൻ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂണിന് ഞാൻ ഒരു സൈഡിൽ മാത്രം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് ഞാൻ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഗ്ലിറ്റർ പൗഡറാണ് വേണ്ടത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബോട്ടിലുള്ളതാണ്. നമുക്ക് പാക്കറ്റിലായിട്ടും കിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൂണിൽ നമ്മൾ ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തില്ല, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഗ്ലൂവിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്ലിറ്റർ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. എൻ്റെ എന്താണെന്ന് ചാടാൻ കുറച്ച് മടിയുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൂണിലും സ്റ്റാറിലും ഗോൾഡൻ കളർ അടിച്ച എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ബാക്കിയുള്ള ബാലൻസ് ഇതുപോലെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ത്രെഡാണ്. ഇതിപ്പോൾ ആരി വർക്കൊക്കെ ചെയ്യുന്ന ഗോൾഡൻ ത്രെഡാണ്. അപ്പോൾ ഇതില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമ്മളെ കയ്യിലുള്ള നോർമൽ ത്രെഡ് എടുത്താൽ മതി. എടുക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഇതുപോലത്തെ യെല്ലോയോ ഗോൾഡൻ കളറോ ഉള്ള ത്രെഡ് എടുക്കാൻ മാക്സിമം നോക്കുക. ഞാനിപ്പോൾ ഒരു നീഡിലെടുത്തിട്ട് അതിൽ 2 ലെയറിൽ മടക്കിയിട്ട് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിയിലൊരു കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിലൂടെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് മൂന്നെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ എൻഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റിലൊന്ന് കെട്ടി നമ്മൾ ഹൈറ്റൊക്കെ എത്രയും നോക്കിയിട്ട് നമ്മളെ പാകത്തിന് എടുത്തിട്ടൊന്ന് ബാലൻസ് ഭാഗം ഒന്ന് കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ കെട്ടി കൊടുക്കുന്ന പോലെ ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 സ്റ്റാറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കാൻ ഒരു ബേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ഫാൻറ്റസിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് സെയിം ബോക്സ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഷേപ്പ് വരുന്ന ഏതെങ്കിലും ഒരു ബോക്സ് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് കൊണ്ട് ഇതേ ഷേപ്പിലൊരു ബോക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള 3 സ്റ്റാറും നമുക്ക് ഇതിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിൻ്റെ അടിഭാഗത്തായിട്ട് മാത്രം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് ടൈം ഒന്ന് പിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് ഒട്ടിക്കിട്ടും. അതിപ്പോൾ ബോക്സിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ ഒന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കോർ ഇവിടെ റെഡിയായി. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.